ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നത്? കൊല്ലം ജില്ലയിൽ സാമ്പ്രാണിക്കുടിയിലേക്ക് പോകാനായിട്ട് സാമ്പ്രാണിക്കുടി ടെർമിനൽ 1 നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ മൂന്നിടത്തുണ്ട് കേട്ടോ നമ്മൾ സാമ്പ്രാണിക്കുടിയിലോട്ട് പോകാനുള്ള ബോട്ട് സർവീസ് ഉള്ള. അപ്പോൾ നമ്മൾ ടെർമിനൽ 1 നിൽക്കുന്നത്. അപ്പോൾ ആ ബോട്ടൊക്കെ ഇവിടെ ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ വിശ്രമിക്കാനും എല്ലാ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരാൾക്ക് സാമ്പ്രാണിക്കുടിയിലേക്ക് പോകുന്ന ടിക്കറ്റ് നിരക്കെന്ന് വെച്ചാൽ 150 രൂപ കേട്ടോ ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പോൾ 8 പേരാണ് ഒരു ബോട്ടിൽ പോകുന്നതൊക്കെ. 8 പേര് വേണം ഒരു ബോട്ട് ഇവിടെ നിന്നുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ആൾ വന്നിരിക്കും. അതിനും താമസമൊന്നുമില്ല. ഇഷ്ടം പോലെ ആളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ടയിലൊക്കെ കയറി അങ്ങനെ ബോട്ടൊക്കെ വിട്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ വേറെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ 4 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടുതൽ ഒരു കുഞ്ഞുവാവേ കേട്ടോ. അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഞാൻ അത് അരങ്ങാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വഴക്കൊന്നുമില്ലാത്ത കൂട്ടത്തിലാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സാമ്പ്രാണി തുരുത്തി അടുക്കാറായിരിക്കുന്നു. ഇപ്പോൾ കണ്ട കുറേ മരങ്ങളൊക്കെ കിടക്കുന്നത്, കുറച്ച് കണ്ടൽക്കാട് ചെടികളാണ് കൂടുതൽ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സാമ്പ്രാണി തുരുത്തിലെത്തി. അങ്ങനെ എത്തി. നമുക്ക് ചെരുപ്പ് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഇറങ്ങാം. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ, അല്ല നമ്മൾ വന്നില്ലേ ടെർമിനൽ അവിടെ നമ്മളെ വണ്ടിയെ എടുത്ത് വെച്ചിട്ടോ എങ്ങനെ ആയാലും വരാം. നമ്മളൊന്ന് കാലിലൊന്ന് കൊള്ളുവന്നോ ചെളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോഴത്തേതാ ഇന്നൊരു ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി വള്ളങ്ങളൊക്കെ നിൽപ്പുണ്ട്, ചെറുവള്ളങ്ങൾ. നമ്മളെ ഇതുപോലെ വള്ളത്തെ കൊണ്ടുപോകും. അതിനായിട്ട് ഇങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ വെച്ച് ഇതൊക്കെ ഒന്ന് കാണട്ടെ, ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം നമുക്ക് വള്ളത്തെ പോകാമെന്ന്. അപ്പോൾ ഇന്നൊരു ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു ഇതുപോലെ കച്ചവടമൊക്കെ ചോണ്ടിരിക്കുക. നേരത്തെ ഞങ്ങളൊരു 7 മാസത്തിന് മുമ്പേ വന്നപ്പോൾ 2-3-4 ചേച്ചിമാരുണ്ടായിരുന്നു. ഇന്നൊരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഇതുണ്ട്, മണ്ണ് മൂടിക്കിടക്കുന്ന മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ അവിടെ കസാരയിലിട്ട് ഞാനും ചേട്ടങ്ങളുടെ മക്കൾ അതുകൊണ്ട് വെള്ളത്തിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ അന്നേരം നമ്മൾ വിചാരിച്ച് കല്ലുമ്മക്കയൊക്കെ കാണും, ഇവിടെ വരുമ്പോഴും അതല്ലേ കൂടുതൽ. പക്ഷേ ഹോട്ടലിൽ ചോദിച്ചപ്പോഴും ഇതിനടുത്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ കഴിച്ചത്. അപ്പോൾ ചോദിച്ചപ്പോഴും കല്ലുമ്മക്കയല്ലേ, ഇപ്പം അതിൻ്റെ എന്തോ നിരോധനമായി, ഇപ്പോൾ അതങ്ങനെ പിടിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഈ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾ ഇതേപോലെ കപ്പയൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു ഈ ചേച്ചിമാരെടുത്തുനിന്ന്. പക്ഷേ ഇപ്പം ഇവിടെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ കല്ലുമ്മക്കായൊക്കെ നിരോധനം അതുകൊണ്ടായിരിക്കും കാണാൻ. ഒരു ചേച്ചി മാത്രമേ ഉള്ളതുകൊണ്ട് കപ്പയും കറികളും ഒന്നും കാണുന്നില്ല. പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെയൊക്കെ. പിന്നെ കപ്പലിൻ്റെ മുട്ടായി, കപ്പലിൻ്റെയും മിച്ചർ മുട്ടായി, മൈസൂർ പാക്ക്, അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കൂടുതലും. പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടതൊന്നും കാര്യമില്ല. നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെയും ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗമല്ലേ നമ്മൾ നിൽക്കുന്നത്. അത് തന്നെ ഒരു നല്ല രസം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. കൊച്ചുങ്ങൾക്കായിരിക്കും കൂടുതൽ. പിന്നെ കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാം. ഇവിടുന്ന് 5.5 കിലോമീറ്ററോളം നമുക്ക് കണ്ടൽക്കാട് ചെടിയുണ്ടല്ലോ, വള്ളത്തേലൊക്കെ പോകാം. അതൊരു നല്ലൊരു ഇതാണ്, യാത്രയൊക്കെ അടിപൊളി. അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടൻ പൈനാപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നേ. പക്ഷെ അത്ര പഴുത്തിട്ടൊന്നുമില്ല, ഒരുമാതിരി പച്ച പോലെ ഇരിക്കുന്നു. പക്ഷേ മുളക് പൊടി ഉപ്പും എല്ലാം കൂടെ മുക്കി തിങ്ങുമ്പോൾ എന്തോ ഒരു ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് തോന്നും, ടേസ്റ്റൊക്കെ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കഴിച്ചു. അപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തെ കറങ്ങാൻ വരാൻ. നമ്മൾ വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, അതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതും കപ്പലണ്ടിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെയും ചേട്ടൻ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് വന്ന് അതിന് ശേഷം നമ്മളിങ്ങനെ നേരെ വള്ളത്തെ കയറി കേട്ടോ. അപ്പോൾ വള്ളത്തെ പോകുന്ന ഒരു 5.5 കിലോമീറ്ററോളം ഉണ്ട്. കണ്ടൽക്കാട് ചെടികളുടെയൊക്കെ ഇടയ്ക്കൂടെ നമ്മളെ കൊണ്ടുവന്നത് കേട്ടോ. അതുകൂടാണ്ട് ഇതേ പോകുന്നതിനും ഒരാൾക്ക് 100 രൂപയുള്ളൂ പാസ് നല്ല 100 രൂപ ഒരാൾക്ക്. പിന്നെ ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഒരു വരുമാന മാർഗ്ഗം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള വള്ളത്തിലുള്ള സർവീസ് എന്ന് വെച്ചാൽ. എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഒരാൾക്ക് 100 രൂപ വെച്ചല്ലേ, ഒരു 8 പേര് കയറിയാലും ഇത്ര രൂപ ഇത് കിട്ടത്തില്ല. അത് തന്നെ ഇതാണ്. പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് കൊണ്ടുവന്നില്ലേ വള്ളത്തേലൊക്കെ ചേച്ചിമാരൊക്കെ, അവർക്കും അതേപോലെ ഒരു വരുമാനം മാർഗ്ഗമാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് ഇതുകൊണ്ടായിരിക്കും കപ്പയൊക്കെ. അല്ലെങ്കിൽ 5-6 ചേച്ചിമാർ അന്നൊക്കെ വന്നപ്പോൾ 3-4 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു 6-7 മാസത്തിന് മുമ്പ് വന്നപ്പോൾ ഇതേപോലെ നമ്മളിതെല്ലാം മേടിച്ച് കഴിച്ചായിരുന്നു. നല്ലിതായിരുന്നു. അന്ന് നമ്മൾ വള്ളത്തേൽ ഇതേപോലെ പോയില്ലായിരുന്നു കാണാനായിട്ട്. അന്ന് അവിടെയൊക്കെ കുറേ നേരം നിന്ന് അങ്ങനെ ഇതായത്. ഇന്ന് നമ്മളെന്താ വെച്ച് മൊത്തം ഒന്ന് ചുറ്റി കണ്ടൊക്കെ വരാം കേട്ടോ. നല്ല രസമായിരുന്നു. പക്ഷെ ഒരു ഉച്ച നല്ല വെയിലും ഉണ്ടായിരുന്നു അത്യാവശ്യം. ഏകദേശം 2 മണിയൊക്കെ ആയിരുന്നു നമ്മളിതേ പൊക്കോണ്ടിരിക്കുമ്പോൾ.
പൊക്കോണ്ടിരിക്കുമ്പം 2 മണിയൊക്കെ ആയി, നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഇതായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മൾ മുരുവറച്ചി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കൊണ്ടുവന്ന് കുറച്ചൊക്കെ നമ്മൾ പെട്ടെന്ന് അവരെല്ലാം കുപ്പിയിലൊക്കെ ഇട്ട് നമുക്കിതൊക്കെ ഇട്ട് തന്നു വിട്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചീത്തയായില്ല, നമ്മൾ നല്ല അടിപൊളിയായിരുന്നു. എല്ലാം അതൊക്കെ ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ അതിൻ്റെ തോട് ഇവിടെ എല്ലാം കൂട്ടി ഇടിച്ചേക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും കാണാനില്ല. ഇങ്ങനെ നല്ല എന്തുവാ കൂടുതൽ ഈ കണ്ടൽക്കാട് ചെടികളാണ്, ഇങ്ങനെ മരങ്ങളും അതിൻ്റെ നടുക്കൂടൊക്കെ പോകുന്ന നല്ലൊരു തണുപ്പും മീനൊക്കെ ചാടുന്ന കാണാം കേട്ടോ. ഇവിടെ വലിയ താഴ്ചയില്ലാത്ത ഭാഗം, നമ്മൾ കുറച്ചെടുത്തൂടൊക്കെ പോകുമ്പോഴേ അപ്പോൾ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വരാൻ നല്ല അവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതലും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലത്. പിന്നെ ഇതേപോലെ വെള്ളത്തിലൊക്കെ പോയി നമുക്കിതുപോലെ ഒന്ന് എല്ലായിടവും ചുറ്റി കറങ്ങിയൊക്കെ വരാം. അത് നമ്മളിങ്ങനെ വന്ന് കണ്ട് ആസ്വദിച്ചാലേ അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെ നല്ല കുറേ ഒക്കെ ആയിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ കുറേ കപ്പലണ്ടിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നങ്ങ് പോയി. മീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, എടുത്തുമൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ ഏകദേശം തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പ്രാണിത്തുരുത്തിലോട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടാണ് പോയി. ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല വെച്ചാൽ ഏകദേശം നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി. അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് വെള്ളത്തിലിരുന്ന് തന്നെ നമ്മുടെ തുണിയൊക്കെ ഡ്രസ്സൊക്കെ ഏകദേശം ഉണങ്ങി. ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അവിടെ ബോട്ട് കിടപ്പുണ്ട്. നമുക്ക് ഏകദേശം സമയം ആകുന്നു പോകാനായിട്ടുള്ള. നമ്മളിപ്പോൾ വന്നിറങ്ങിയ ടെർമിനൽ 1 ഇല്ല, ഇനി അവിടോട്ട് നമ്മുടെ വണ്ടി അവിടെ ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെ പിന്നെ അപ്പോഴും ആളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വെയിലും കഴിയാറാകാൻ ആൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിനിയും ഇവിടുന്ന് ബോട്ടേ കയറി നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് സാമ്പ്രാണിക്കുടിയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.